ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് ചേരുവകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ചേരുവകളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്, അത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതാണോ അത് എടുക്കാം, അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 6 മുതൽ ഒരു 8 മണി വരെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയല്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായാൽ മതി. അതൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇനി കൂടുതൽ സവാള ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി ശരിക്കും അങ്ങ് വഴന്ന് വരെയൊന്നും വേണ്ട. അതിന് മുൻപായിട്ട് തന്നെ നമുക്കിതിലേക്ക് തക്കാളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി അതുപോലെ ഒരു 4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് 2 എണ്ണമാക്കി കുറയ്ക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒരുപാട് അങ്ങ് ഉള്ളി വല്ലാതെ അങ്ങ് താളി അങ്ങനെ കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിയുടെ ഒരു മധുരരസം നമുക്ക് ഫീൽ ചെയ്യണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, ഒരു നുള്ള് മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കുക, ഒരു 1-2 മിനിറ്റ്. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില അധികം ചേർത്തിട്ടുണ്ട്. ഇതിലും മല്ലിയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് മല്ലിയില കുറച്ച് അധികം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 എഗ്ഗ് ചേർക്കുന്നുണ്ട്. എഗ്ഗിൻ്റെ സൈഡ് വേണമെങ്കിൽ ഒന്ന് കീറി കൊടുക്കാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം എഗ്ഗിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മസാല ഇതൊന്ന് കവർ ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വെക്കാം നമുക്ക്. അതിനുശേഷം തീ ഓഫാക്കാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും പൂരിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും ഒന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.